നമ്മുടെ കുട്ടികൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറുമ്പോൾ അവരെ നമുക്ക് നല്ല കുട്ടികളാണ്. നമ്മുടെ എക്സ്പെക്ടേഷനോട് ചേരാത്ത രീതിയിൽ അവർ പെരുമാറുമ്പോൾ നമ്മൾ ചോദിക്കും, ഓ മോളെന്താ ബാഡ് ഗേൾ ആവുന്നേ, ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന്. അപ്പൊ കുഴപ്പം ആക്ച്വലി എവിടെയാ? നമ്മുടെ കുട്ടികളിലാണ്, അല്ല നമ്മുടെ എക്സ്പെക്ടേഷനിൽ. അതൊരു കുഴപ്പമൊന്നുമല്ല, ബട്ട് നമ്മുടെ തലയിൽ നമ്മുടെ കുട്ടി ഇന്ന രീതിയിൽ പെരുമാറണം എന്ന് നമ്മൾ കരുതി വെച്ചിട്ടുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ, അവരെ അവരുടെ പ്രായത്തിനനുസരിച്ച് പെരുമാറാൻ നമ്മൾ വിടുകയാണെങ്കിൽ ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. നമ്മുടെ വീട്ടിൽ എല്ലാം നീറ്റായിട്ട് ഇരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി കാരണം നമ്മൾ നമ്മുടെ കുട്ടികൾ അടങ്ങിയിരിക്കണം എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ബട്ട് അവരുടെ ഏജ് അതല്ലേ, അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഒരു 1-ന്റെ 5-ന്റെ ഇടയിലുള്ള കുട്ടികളാണെങ്കിൽ പറയാൻ വേണ്ട, അവരെങ്ങനെ അടങ്ങിയിരിക്കും? അവർക്ക് എപ്പോഴും ഓൺ ദി ഗോ ആയിരിക്കണം. അവർക്ക് എന്തെങ്കിലും വലിച്ചിടണം, കളിക്കണം, അല്ലെങ്കിൽ ബോറടിക്കും, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. പല ടൈപ്പ് കുട്ടികളും ഉണ്ടാവും, ശാന്തമായ കുട്ടികളും ഉണ്ടാവും, ബട്ട് അതാണ് എക്സെപ്ഷൻസ്. അതുപോലെ നമ്മൾ പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അവർ നമ്മളിരിക്കുന്ന അത്രയും ഡ്യൂറേഷനിൽ അടങ്ങി നല്ല കുട്ടികളായിട്ട് ഇരിക്കണം. നമുക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലാത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പോലും അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഇനിയാണോ വലിയൊരു മാത്രമുള്ള അവർ എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയിൽ ഒരു കുട്ടിയോട് അടങ്ങിയിരിക്കാൻ പറയുന്നത്? അത് അന്യായമല്ലേ? അതുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര നമ്മുടെ എക്സ്പെക്ടേഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കണം. അവരുടെ പ്രായവും പരിമിതികളും എല്ലാം അറിഞ്ഞ് പെരുമാറാൻ നോക്കണം. അപ്പൊ നമ്മുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഒരു ലിമിറ്റ് വരെയെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും.